ആൽമണ്ട് അവൻ്റെ ഗുണവിശേഷങ്ങളെ പറ്റിയിട്ടാണ്. എല്ലാവരും ആൽമണ്ട് കഴിക്കുന്നെങ്കിലുണ്ടല്ലോ ഓവർനൈറ്റ് ഒരു 8 to 12 അവേഴ്സ് പോട്ടെ 8 to 10 അവേഴ്സ് എങ്കിലും സോക്ക് ചെയ്തിട്ട് വെച്ച് കഴിക്കണം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട് ആണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് കഴിക്കണം, സ്കിന്നോടെ കഴിക്കണം. കാരണം ആൽമണ്ടിൻ്റെ സ്കിന്നിലുള്ള ഫൈബേഴ്സ്, ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അത് നമ്മുടെ സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ കാർഡിയോ ഹെൽത്ത് അതിനൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് ഒരു 10 ആൽമണ്ട് വെച്ചിട്ട് ഒരു 3 months കഴിച്ചു നോക്കൂ. അതും സോക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് വഴിയേ കാണാം. പിന്നെ എന്തുകൊണ്ടിട്ടാണ് ആൽമണ്ട് സോക്ക് ചെയ്യാതെ കഴിക്കുമ്പം അതിൻ്റെ ഗുണങ്ങൾ നല്ല കുറവാണ്. അത് കഴിച്ചുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിക്കുമ്പോൾ നല്ല ആരോഗ്യകരമായിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, അല്ലേ? വെറുതെ കാശ് കൊടുത്ത് വാങ്ങുന്ന സംഭവമല്ലേ, നല്ല രീതിയിൽ നമുക്ക് കഴിച്ചുകൂടെ? വേറൊന്നുമല്ല, അത് നമ്മൾ ഹാർഡായിട്ടുള്ളതിൻ്റെ സ്കിന്നിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽമണ്ടിൻ്റെ ബയോ അവൈലബിലിറ്റി കുറയ്ക്കും. കാരണം ആൽമണ്ടിൽ നല്ല ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, അതുപോലെ തന്നെ ഫൈബേഴ്സ്, ബയോട്ടിൻ, ഇതെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആൽമണ്ടിനെ എതിർക്കുന്ന ഒരാളാണ് നമ്മുടെ ഫൈറ്റിക് ആസിഡ്. അപ്പോൾ ഈ ഫൈറ്റിക് ആസിഡ് പോകാൻ വേണ്ടി ഒരു ഒറ്റ വഴിയുള്ളൂ, ആൽമണ്ട് നമ്മൾ സോക്ക് ചെയ്തിടുക. സോക്ക് ചെയ്തിടുമ്പോൾ അതിൻ്റെ സ്കിന്ന് നല്ല ലൂസാവും. അപ്പോൾ ഫൈറ്റിക് ആസിഡ് അതിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആൽമണ്ടിൻ്റെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലേക്ക് വരും. അങ്ങനെ ഒരു 3 months നിങ്ങളൊരു ചലഞ്ച് വെച്ച് കഴിച്ചു നോക്കൂ. നിങ്ങളുടെ സ്കിന്നിൽ കണ്ടറിയാം. എൻ്റെ പണ്ടത്തെ സ്കിന്നെല്ലാം കാണണം, അതൊക്കെ ഭയങ്കര മോശമായിരുന്നു. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കൊറോണ വന്നപ്പോഴാണ് കേട്ടോ ഫോളോ ചെയ്തത്. ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം അടുത്തൊരു ടിപ്പായിട്ട് കാണുന്നത് വരെ ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ബൈ.